ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ അപ്പസോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനി 2 മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം കുഴച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വരണം. ഇതേപോലെ നല്ല സോഫ്റ്റായി വരണം. എന്നിട്ട് ഇത് ബോൾസ് ആക്കി കൊടുക്കാം. ഇതേപോലെ എല്ലാതും ബോൾസ് ആക്കി എടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 കപ്പ് പഞ്ചസാര ഇടുക. ഇനി ഇതിലോട്ട് 5-6 ഏലക്കായ ഇട്ട് കൊടുക്കാം. 1/2 മുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ഉരുകുന്നത് വരെ ചൂടാക്കി കൊടുക്കാം. ഇനി ഓരോ ബോൾസാക്കി വെച്ച ഗുലാബ് ജാംസും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ. ഇനി ഇത് നല്ലോണം തിളച്ച് പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷം ഇതൊന്ന് ഓഫാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗുലാബ് ജാംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കോരിയെടുക്കാം. ഇതുപോലെ കോരിയെടുക്കാം. ഇനി ഞാനിവിടെ സെക്കൻഡ് ട്രിപ്പ് ഗുലാബ് ജാംസ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കോരി നമുക്ക് ഈ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കുക. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇത് നിങ്ങൾ വേഗം പോയി ട്രൈ ചെയ്ത് നോക്ക്.